അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ ഖുർആൻ തജ്വീദ് അനുസരിച്ചുകൊണ്ട് വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ ദുആ ചെയ്യുകയാണ്. നമ്മൾ സൂറത്തുൽ മുൽക്ക് തജ്വീദ് അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്ത് വരികയാണല്ലോ, പഠിച്ചു വരികയാണല്ലോ. അതുപോലെ ആ പഠിച്ചത് പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അത് ഖുർആൻ പാരായണം നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ഓതുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അള്ളാഹു നമുക്ക് അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് 6-ാമത്തെ ആയത്താണ്. 5 ആയത്തുകൾ വരെയാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അതായത് വലഖദ് സയ്യന്ന എന്ന് തുടങ്ങുന്ന ആയത്ത് അസ്സഈദ് എന്നതുവരെ നമ്മൾ ഓതി നോക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് 6-ാമത്തെ ആയത്ത്, അതുപോലെ 7-ാമത്തെ ആയത്തും 2 ആയത്ത് ചെറിയ ആയത്തുകളാണ് നമുക്കിത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഅ്സൽ മസീർ. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഏത് സൂറത്താകട്ടെ ഏതായത്താകട്ടെ ഓതുന്ന സമയത്ത് നമുക്ക് കൃത്യമായ മഖ്റജിൽ നിന്ന് തജ്വീദ് അനുസരിച്ചുകൊണ്ട് മനോഹരമായി പാരായണം ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഒച്ചത്തിൽ ഓതുക, ഒരു മീഡിയം സൗണ്ടിൽ ഓതുക. രണ്ടാമത്തേത് വളരെ സാവധാനം സ്ലോ ആയി ഓതുക. ഇത് രണ്ടും ശ്രദ്ധിക്കണം. അതേപോലെ ഫത്ഹുള്ള അക്ഷരം പറയുന്ന സമയത്ത് വായ മേലേക്കും, കസ്റുള്ള അക്ഷരമാണ് എങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും, ലമ്മുള്ള അക്ഷരമാണ് ഉച്ചരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഉദാഹരണം വഹിയ തഫൂർ, ചുണ്ടുകൾ പരിപൂർണമായി മുന്നിലേക്ക്, കുറച്ചല്ല, മുക്കാൽ ഭാഗമല്ല, പരിപൂർണമായി മുന്നിലേക്ക് കൂർപ്പിക്കുകയും വേണം. അങ്ങനെ ഒന്ന് ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഖിറാഅത്തിൽ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ വലില്ലദീന, ഇവിടെ വാവ് ശ്രദ്ധിക്കണം. വാവിൻ്റെ മഖ്റജ് 2 ചുണ്ടുകൾ മാത്രമാണ്. എന്നാൽ പല ആളുകളും ഈ താഴത്തെ ചുണ്ട് മേലത്തെ പല്ലിൽ ഉപയോഗിച്ചുകൊണ്ട് വാ ഇങ്ങനെ ഉച്ചരിക്കാറുണ്ട്. ഇത് തെറ്റാണ്. മറിച്ച് വാ വാ ഇങ്ങനെ ഉച്ചരിക്കണം എന്ന് ചുരുക്കം. വലില്ലദീന, ആ ലില്ലദീ, ആ ദീയാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. ദാലിൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൽ മുട്ടിക്കുക. ദീ. പല ആളുകളും സീ എന്നാണ് ഉച്ചരിക്കുക. അഊസു എന്ന് ഓതുന്നത് കേൾക്കാം. വലില്ലസീന, തെറ്റാണത്. മറിച്ച് നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൽ മുട്ടിക്കുമ്പോൾ ഈ ഒരു സ് എന്ന ശബ്ദമൊന്നും കേൾക്കൂല. അതുകൊണ്ട് അത് പ്രത്യേകം അതിൻ്റെ മഖ്റജ് നമ്മൾ മനസ്സിലാക്കണം. വലില്ലദീന കഫറൂ, കണ്ടില്ലേ, കഫറൂ, ലമ്മുള്ള അക്ഷരം പറഞ്ഞപ്പോൾ പരിപൂർണമായി മുന്നിലേക്ക് കൂർപ്പിക്കുക. കഫറൂ ബിറബ്ബിഹിം, ബിറബ്ബിഹിം അദാബു, അദാബു, അവിടെ ദാല് ശ്രദ്ധിക്കണം. ദാലിൻ്റെ മഖ്റജ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ആവർത്തിക്കുന്നില്ല. ഐന് ശ്രദ്ധിക്കണം. അദാബു എന്നതിൻ്റെ ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ നടുഭാഗത്ത് നിന്നാണ് ഈ ഐന് പുറപ്പെടേണ്ടത്. എന്ന് വളരെ ഒഴുക്കോടുകൂടിയാകണം ഇത് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ പിന്നെ ഒരു കട്ടിക്കോ ഇല്ലെങ്കിൽ മുക്കി ഒരു ആ എന്ന് നമ്മൾ ഹംസ പറയുന്നത് പോലെ ഒന്നല്ല ഉച്ചരിക്കേണ്ടത്. മറിച്ച് ഒരു ഒഴുക്കോടുകൂടി എന്ത് ചെയ്യണം, ഇത് പുറപ്പെടണം. അദാബു ജഹന്നം, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. തജ്വീദിൻ്റെ പൊതുവായ ഒരു നിയമമാണ്, നൂൻ മീം എന്നീ 2 അക്ഷരങ്ങൾക്ക് ഷദ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മണിക്കണം,
എന്നത് ഒരു തജ്വീദിന്റെ പൊതുവായൊരു നിയമമാണ്. ആ നിയമത്തെ പരിഗണിച്ചിട്ട് ഇവിടെ ജഹന്നം നൂനിന് ശബ്ദ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ജഹന്നമ എന്ന് ഓതി പോകുന്നതിന് പകരം ജഹൻ ഇതാണ് മണിക്കുക എന്ന് പറഞ്ഞാൽ അതവിടെ ചെയ്യണം. മനസ്സിലായില്ലേ? ജഹന്നമ ഇങ്ങനെ. ശേഷം വബിസൽ, വാവിന്റെ മഖറജ് നേരത്തെ പറഞ്ഞു, 2 ചുണ്ടുകൾ. വബിസൽ മസീർ. പല ആളുകളും ബിഇസ എന്ന് പറയാറുണ്ട്. എന്നാൽ ബിഇസ അല്ല, ബിഇസ. ആ ഹംസ ചെറിയ രൂപത്തിലേ അവിടെ കേൾക്കാൻ പാടുള്ളൂ. ബി എന്ന് കേൾക്കാതെ ബി ചെറിയ രൂപത്തിൽ കേൾക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ട വിഷയവുമാണ്. വബിസൽ മസീർ. മസീർ സ്വാദാണ്. സ്വാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീൻ പറയുമ്പോൾ എവിടെയാണോ നാവ് വെക്കുക, സ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ നാവ് വെക്കുന്നത് അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ സോ എന്ന് പറയാം. പിന്നെ എന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ. അത് സീന് തർക്കീക്കാണ്, സ്വാദ് തഫ്ഹീമാണ്. എന്താണ് ഈ തഫ്ഹീം? തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഒരു ഘനപ്പിച്ചൊരു ഓ എന്ന ഒരു ശബ്ദത്തോടുകൂടി എന്ത് ചെയ്യുക, പുറപ്പെടുവിക്കുക. ഇപ്പൊ സ ഇത് വളരെ മൃദുലമായിട്ടാണ്, നേർമയോടുകൂടിയാണ് നമ്മൾ ഉച്ചരിച്ചത്. എന്നാൽ സോ കണ്ടില്ലേ, സോ ഓ ഇങ്ങനെ ഒരു ഗൗരവത്തോടുകൂടി ഘനപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് തഫ്ഹീം എന്ന് പറയാം. അപ്പൊ സ്വാദിന് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്ക്രീനിൽ കാണുന്ന ഹുസ്സല്ലാത്തിൻ എന്ന് വിളിക്കാം നമുക്ക്. ഹ, സ്വാദ്, ലാദ്, ഗൈന്, ത്വാ, ഖാഫ്, ലാ, ഈ 7 അക്ഷരങ്ങൾ ഇതിൻ്റെ പ്രത്യേകത എപ്പോഴും തഫ്ഹീമായിട്ടായിരിക്കും ഇതിനെ ഉച്ചരിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഘനപ്പിച്ച്, ഇപ്പം ഈ പറഞ്ഞതുപോലെ. മനസ്സിലായില്ലേ? ഇത് ഒന്നും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വബിസൽ മസീർ, മസീനോ മസീ ഇങ്ങനെ ഉച്ചരിക്കണം എന്ന് ചുരുക്കം. മസീർ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആ റായിനെ ഉച്ചരിക്കുന്നതാണ്. റായിനെ ഇവിടെ മസീർ എന്ന് നമ്മൾ ഈ മലയാളത്തിലെ ര എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം റാ അല്ല ര. പല ആളുകളും മസീർ എന്ന് ഉച്ചരിക്കും, തെറ്റാണത്. മസീർ ര് ഈ ഒരു ഉച്ചാരണത്തിലാണ് അവിടെ അവസാനിപ്പിക്കേണ്ടത്. വബിസൽ മസീർ. ശേഷം ഇദാ ഉൽഖു, ദാലിന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു. ദാലിന് ശേഷമുള്ള അലിഫിന്റെ മേലെ കാണാം മദ്ദിന്റെ അടയാളം, ഒരു വളഞ്ഞതായ വര. ഈ വളഞ്ഞതായ വര ഖുർആനിൽ എവിടെ കണ്ടാലും അതിന്റെ അർത്ഥം സാധാരണ നീട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ നീട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ 2 അലിഫിന്റെ ഖദർ നീട്ടണം. 2 അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ 2 വിരൽ നിവർത്തി മടക്കുന്ന സമയം. ഇദാ ഉൽഖു ഇങ്ങനെ, അത് ശ്രദ്ധിക്കണം. ഉൽഖു, ഖാഫ് ശ്രദ്ധിക്കണം. ഖാഫിന്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ അങ്ങേ അറ്റം അഥവാ ഈ ഭാഗം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. കോ. പല ആളുകളും സാധാരണ കല്ല് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന കായ ഉപയോഗിക്കുക, അതല്ല, മറിച്ച് നാവിൻ്റെ അങ്ങേ അറ്റം മുട്ടിക്കണം. കോ. ഉൽഖു ഫീഹാ സമിഉ. സീന് പറയുമ്പോൾ നേരത്തെയും 1-2 സീൻ കഴിഞ്ഞു പോയി. ശ്രദ്ധിക്കാനുള്ളത് സീന് പറയുമ്പോൾ എന്ന ശബ്ദം പുറപ്പെടണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇദാ ഉൽഖു ഫീഹാ സമിഉ. ഐന ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടണം. സമിഉ ലഹാ ശഹീഖൻ വ. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഷീനാണ്. ഷീൻ ഉച്ചരിക്കുന്ന സമയത്ത് നേരത്തെ സീൻ ഉച്ചരിക്കുമ്പോൾ എന്ന ശബ്ദം പുറപ്പെടണം എന്ന് പറഞ്ഞതുപോലെ ഷീൻ ഉച്ചരിക്കുന്ന സമയത്ത് എന്ന ശബ്ദം പുറപ്പെടണം. ഷഹീഖോ, ഷഹീഖൻ വ. ഖാഫ് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു നാവിൻ്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഷഹീഖൻ വ. ഇദ്ഗാം ബിഗുന്ന അഥവാ അവിടെ മണിക്കണം. എന്താ ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തൻവീൻ ഇവകൾക്ക് ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന യാ, വാവ്, മീമ്, നൂന് 4 അക്ഷരങ്ങൾ, നമുക്കതിനെ യൂമിൻ എന്ന് വിളിക്കാം ചുരുക്കി. അപ്പം ഈ യൂമിൻ എന്ന പദത്തിൽപ്പെട്ട ഈ 4 അക്ഷരങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ചേർത്ത് മണിക്കണം. ചേർത്ത് മണിക്കണം എന്ന് പറഞ്ഞാൽ ഷഹീഖൻ എന്ന് പറയാതെ ഷഹീഖൻ വഹിയ, കൻ വഹിയ എന്ന് പറയാതെ കവ്വ എന്നാക്കുക. കൻ വ അല്ല കവ്വ. അതോടുകൂടി അതിന് മണിക്കുകയും ചെയ്യാം തരിമുക്കൊണ്ട്. ഷഹീഖൻ വ ഇങ്ങനെ.
മനസ്സിലായ? ഇതാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ. ഷഹീഖൻ വഹിയ തഫൂർ. ഇവിടെ റാഇന് തഫ്ഹീമായിട്ട് ഉച്ചരിക്കണം. നേരത്തെ നമ്മൾ തൊട്ട് മുന്നത്തെ ആയത്തിൽ മസീർ രാ എന്ന ഉച്ചാരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, തഫൂർ റാ എന്നതിൻ്റെ ഉച്ചാരണമാണ് കൊണ്ടുവരേണ്ടത്. സദഖല്ലാഹുൽ അലീം. അള്ളാഹു ഈ പറഞ്ഞതുപോലെയൊക്കെ ഓതാനും മനസ്സിലാക്കാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ. സ്ഥിരമായി ക്ലാസ് കേൾക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇത് ഉപകാരപ്പെടും. ഇതുപോലെ നമ്മൾ ഓതാനും പിന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ട് സൂറത്തുകളും ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഖുർആനിലെ സ്ഥലങ്ങളും ഇതുപോലെ നമുക്ക് ഓതാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് പ്രാപ്തമാകുന്ന തരത്തിൽ നമ്മളെയൊക്കെ ഉയരങ്ങളിലെത്തിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.